മിനി 3 ആണ്. RC റിമോട്ട് അടക്കമുള്ള സാധനമാണ്. ഇത് 3 ബാറ്ററി കോംബോ ആയിട്ട് വരുന്ന മോഡലാണ്. ഫുൾ സെറ്റ് അടക്കം 13,500 രൂപ കൊടുക്കാം. ബാഗ് ചാർജർ സോണിന്റെ ഒരു മൈക്കാണ്. ഇത് 8,000 രൂപ കൊടുക്കാം. ടച്ച് ഒക്കെ വരുന്ന ഒരു മോഡലാണ്. ഇതൊക്കെ നമുക്ക് ഒരു 6,000 രൂപ കൊടുക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ക്യാമറകൾ എവിടെ നിന്നും വാങ്ങാനും വിൽക്കുവാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഇവിടെയല്ല, നമ്മളെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങൾ ഇപ്പോൾ ഈ ക്യാമറേൻ്റെ ഈ ഒരു ഷോപ്പിൽ ഇവർ ചെയ്യുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡുകളുടെ ക്യാമറകളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം DSLR കിട്ടും, SLR കിട്ടും, ഇനി ഡ്രോൺ വേണ്ടവർക്ക് ഡ്രോൺ കിട്ടും. അങ്ങനത്തെ എല്ലാം തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ളവരാണെങ്കിൽ ക്യാമറകൾക്ക് ഒരു സ്ഥലത്തേക്ക് റെൻറ്റിന് വേണ്ടി വേണമെങ്കിൽ ഇവിടുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥാപനമുണ്ട്. ഫോക്കസ് പോയിന്റ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് വന്നിട്ടുള്ളത്. നമ്മൾ കൊണ്ടോട്ടി മേഴ്സി ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവർ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സെയിലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ കൊണ്ടോട്ടി ചെറിയൊരു സ്ഥാപനമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് കയറിയാണ്ട് ഡീറ്റെയിലായിട്ട് എല്ലാം തന്നെ നമുക്ക് പരിചയപ്പെടാം. ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പരിചയപ്പെടട്ടോ കേട്ടോ. ഒട്ടനവധി കളക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ IDBI ബാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇതിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഫോക്കസ് പോയിന്റിൽ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെ ഇവരെ നമ്പർ കൃത്യമായിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യുക. നേരെ നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. നമുക്ക് ഈ ഫോക്കസ് പോയിന്റിലത്തെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങളെ പേര് നമ്മളെ സർഫുദ്ദീൻ അല്ലേ? ആ. അപ്പൊ നമ്മൾ ആദ്യം നമ്മള് വീട്ടിലായിരുന്നു. ഇപ്പൊ പുതിയ ഷോപ്പൊക്കെ തുടങ്ങി വീട് മാറിയില്ലേ? കൊണ്ടോട്ടിയിലാണ് ഷോപ്പ്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനിയും ചെയ്യുന്നുണ്ട്. അപ്പൊ സാധാരണക്കാരന് ഇവിടെ എടുക്കാൻ പറ്റുന്ന നിലക്കിലാണ് എല്ലാം ചെയ്യുന്നില്ലേ? എല്ലാം ഉണ്ട്. അപ്പൊ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കൂലേ? കൊറിയർ സർവീസ് എടുക്കണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ കണ്ടോ? എക്സ്ചേഞ്ച് ഉണ്ട്. എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാം ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഈ കുറഞ്ഞ നിരക്കിലുള്ള നോക്കാല്ലേ? കുറഞ്ഞ നിരക്കിൽ പറഞ്ഞപ്പോ ഏതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് സാംസങ്ങിന്റെ ഒരു മോഡലാണ്. ടച്ച് ഒക്കെ വരുന്ന ഒരു മോഡലാണ്. ഇതൊക്കെ നമുക്ക് ഒരു 6,000 രൂപ കൊടുക്കാം. 6,000 രൂപക്ക് ടച്ച് ഒക്കെ വരുന്ന ഒരു മോഡൽ. ഇതൊക്കെ 6,000 രൂപ ആ റേഞ്ചിൽ നമുക്ക് സെയിൽ ചെയ്യാൻ ഫ്ലിപ്പ് സ്ക്രീൻ തന്നെ. ഇതിപ്പം എന്ത് ക്യാമറ? ഡിജിറ്റലോ? അത് ഡിജിറ്റൽ ആ ഒരു സീരീസ് വരുന്നതാണ്. ഇതിലിപ്പോ മെമ്മറി ഇട്ടാണ് ഉപയോഗിക്കാം. മെമ്മറി ഇട്ടാണ് നമുക്ക് ഉപയോഗിക്കാം. പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റുന്ന. ഇതിന്റെ കൂടെ സെപ്പറേറ്റ് ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാറ്ററി ഒക്കെ ഉണ്ട്. അപ്പൊ ബാറ്ററി മെമ്മറി കാർഡ് അതിന്റെ കൂടെ ഉണ്ട്. ക്യാമറ വാങ്ങുമ്പോൾ ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുക്കും. ബാറ്ററി ബാക്കൊക്കെ കൊടുക്കൂലേ? പിന്നെ നമ്മൾ അടുത്ത മോഡൽ ഇപ്പൊ എന്താ പരിചയപ്പെടുത്തുന്നത്? ഇത് കോൾപിക്സിന്റെ ഒരു മോഡലാണ്. അത്യാവശ്യം സൂം വരുന്ന മോഡലാണ്. ഒപ്റ്റിക്കൽ സൂമിങ് പിന്നെ 38 ആ റേഞ്ചിൽ ഒപ്റ്റിക്കൽ സൂമിങ് കിട്ടുന്ന മോഡലാണ്. പവർ ഷോട്ട് ക്യാമറ ആ ഒരു സീരീസ് തന്നെ. കോൾപിക്സിന്റെ L840 എന്ന മോഡലാണ്. ഇതൊക്കെ നമുക്കൊരു 9,500 കൊടുക്കാം. 9,500 നിക്കോണിന്റെ മോഡലല്ലേ ഇത്? നിക്കോൺ. ഇതിന്റെ ബാറ്ററി ചാർജർ ബാഗ് എല്ലാം ഉണ്ട്. 9,500. നെക്സ്റ്റ് ഏതാണ്? പിന്നെ DSLR എടുക്കുമ്പോ നമുക്ക് പിന്നെ ഒരു 500 മോഡൽ. കാനോന്റെ മോഡലാണ്. 500D ഒരു കാലത്തെ പിന്നെ നരിയായിരുന്നു. അത്രയും നല്ല പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മോഡലാണ്. ഇതൊക്കെ നമുക്കൊരു 10,500 കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ ക്യാമറ അതിൽ പെടുത്താൻ പറ്റുന്ന മോഡലല്ലേ? അല്ലല്ല, ഇത് DSLR മാറി. നമുക്ക് ലെൻസുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റണ. ലെൻസുകൾ അയച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പാണ്. അപ്പൊ സെപ്പറേറ്റ് ലെൻസ് വേണമെങ്കിൽ അതൊക്കെ മാറ്റി ഇട്ടാണ്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ കനോന്റെ 1100 ഉണ്ട്. ഇത് 11 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 11 രൂപ. ഇതിപ്പോ വീഡിയോ ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യും? വീഡിയോ സപ്പോർട്ട് ചെയ്യണ മോഡലാണ്. അതിപ്പോ അങ്ങനെ 4K ആണോ? അങ്ങനെ അല്ല, അതൊക്കെ ഫുൾ HD HD ക്യാമറകള്. പിന്നെ അതിന്റെ പുതിയ മോഡലാണ് 1200 കനോന്റെ 1200. ഇത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള സാധനമാണ്. ഇത് നമുക്ക് ഫുൾ സെറ്റ് എടുക്കാം. 13,500 രൂപ കൊടുക്കാം. ബാഗ് ചാർജർ ഫുൾ സെറ്റാ ആ ഒരു ലെവലിൽ കൊടുക്കാം. പിന്നെ ഇങ്ങനെ നിക്കോണിലേക്ക് വരുമ്പോ നമുക്ക് 5200. ഇത് ഫ്ലിപ്പ് വരുന്ന മോഡലാണ്. നമുക്ക് സ്ക്രീൻ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം ഒക്കെ പറ്റും. ഫ്രണ്ടിൽ വെച്ചാണ്ട് വീഡിയോ എടുക്കുന്നവർക്കാണെങ്കിൽ സെൽഫി മോഡലിലൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടോണ്ട് എടുക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു 14 ആ റേഞ്ചിലുണ്ട്.
14 ആ റേഞ്ചിലുണ്ട്. ഇത് അടുത്ത മോഡല് തന്നെ 5 തന്നെയാണ്, സെയിം പീസ്, സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോ 3-4 വരുന്നുണ്ട്. 4 വരുന്നുണ്ടല്ലേ? അത്യാവശ്യം പിക്ചർ ക്വാളിറ്റി ഒക്കെ ഉള്ള ക്യാമറ തന്നെയാണ്. പിക്ചർ ക്വാളിറ്റി ഇത് വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ. വീഡിയോ ഒക്കെ ഉണ്ട്. വീഡിയോ ഒക്കെ സപ്പോർട്ട് ഫ്ലിപ്പ് വരാതെ നേരെ വരുന്ന മോഡലാ. ഇത് നമുക്ക് 15 കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്യാമറ ഒക്കെ നമുക്ക് ഒരു 15 കൊടുക്കാം. 3.5 ബ്ലൂടൂത്ത് തന്നെ ഫോട്ടോ അപ്പൊ തന്നെ ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ നമുക്ക് വരുന്നത് 16 ആ റേഞ്ച് വരുന്ന മോഡലാ. 16,000 രൂപ. 16,000. പിന്നെ നമ്മൾ കനോണിലേക്ക് വരുമ്പോ ഇങ്ങനെ 4000D. ഇത് വരുന്നത് 17,000. നല്ല വൃത്തിയുള്ള പീസാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡലാണ്. പിന്നെ 1300 ഇതൊക്കെ വൈഫൈ ഒക്കെ വരുന്ന മോഡലുകളാണ്. വൈഫൈ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മോഡലാണ്. ഇതൊക്കെ ഒരു 17,000 ആ റേഞ്ച് തന്നെയാണ് വരുന്നത്. എടുക്കുന്ന ഫോട്ടോ അപ്പൊ തന്നെ വൈഫൈ ആപ്പ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഐറ്റംസ് ആണ്. വീഡിയോ ക്വാളിറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്യലപ്പോ? ഒക്കെ ഉണ്ട്. 4K സപ്പോർട്ട് ചെയ്യോ? അല്ല 4K അല്ലേ, ഫുൾ HD ഉള്ളൂ. ഫുൾ HD. പിന്നെ 600D ഫ്ലിപ്പ് സ്ക്രീൻ വരുന്ന ഒന്നും കൂടി ഒരു മെച്ചുള്ള ഒരു ക്യാമറ ആണ്. ഇത് നമുക്കൊരു 18,000 പിന്നെ അതിന്റെ തന്നെ 600D തന്നെ സെയിം പീസ് തന്നെയാണ്. ഇതും ആ റേഞ്ച് തന്നെ, സെയിം റേറ്റ്. പിന്നെ 700 ടച്ച് സ്ക്രീൻ വരുന്ന മോഡല്. ടച്ച് സ്ക്രീൻ ഇതൊക്കെ ഒരു 20,000 മുതൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. 20,000 രൂപ. ലെൻസ് സെപ്പറേറ്റ്, അതൊക്കെ ബാഗ്, ചാർജർ, ലെൻസ് സെപ്പറേറ്റ് ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാവും. അത് 2 പീസ് ഉണ്ട്. പിന്നെ വരുമ്പോ ടച്ച് വരുന്ന മോഡലാണ് 100D. ഇത് ഫുൾ HD തന്നെയാണ്. അതില് ഒരു പ്രത്യേകത ഫോളോ ഫോക്കസ് ഉണ്ടാവും. വീഡിയോക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്ന, വീഡിയോക്കൊക്കെ നമുക്ക് ഫോക്കസിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ടച്ച് ചെയ്താണ്ട് തന്നെ. പിന്നെ ആള് മാറുന്നതനുസരിച്ച് ഫോക്കസ് ഒക്കെ അങ്ങനെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന, സ്ക്രീനിൽ ടച്ച് വരുന്നുണ്ട്. ആ ഒരു മോഡലാണ്. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. അധികം വെയിറ്റ് ഇല്ലല്ലേ? വെയിറ്റ് ഇല്ല, അതാണ് അപ്പൊ എടുത്തോണ്ട് കയ്യിലേക്ക് കൊടുക്കാൻ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. ഇത് 5500 നിക്കോന്റെ 5500 ടച്ച് വരുന്ന മോഡലാണ്. വൈഫൈ ഉണ്ട്, ഫ്ലിപ്പ് സ്ക്രീൻ ആണ്, അങ്ങനത്തെ ഒരു ക്യാമറ ആണ്. ഇതൊക്കെ ഒരു 25,000. നല്ല വൃത്തിയുള്ള പീസാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോ നമുക്ക് മിറർലെസിന്റെ ഒരു മോഡലാണ് XS7. ഫിജി ഫിലിമിൽ വരുന്ന മോഡലാണ്. ടച്ച്, വൈഫൈ, ഫ്ലിപ്പ് സ്ക്രീന്, 4K എല്ലാം വരുന്ന, മൈക്ക് കണക്ട് ചെയ്യുക എല്ലാം ഉണ്ട്. അതിനിപ്പോ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന 4K റെക്കോർഡിംഗ് കിട്ടില്ല, വീഡിയോ കിട്ടും. ഇതൊക്കെ ഒരു 33,000 ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 33 ആ റേഞ്ചിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അങ്ങനെ വരുമ്പോ നമുക്ക് 800D കാനോന്റെ ഇതിപ്പം സ്ക്രീൻ നമുക്ക് ഫ്ലിപ്പ് സ്ക്രീൻ ആണ്, ടച്ച് ആണ്, നല്ല ഫ്രഷ് കണ്ടീഷൻ ആണ്. ഇതൊക്കെ ഒരു 35 കൊടുക്കാം. 35 വളരെ ലൈറ്റ് യൂസ് ആണ്. അധികം വെയിറ്റ് ഇല്ലാത്ത മോഡൽ. ഇതിപ്പോ 4K സ്ക്രീൻ ടച്ച് ഒക്കെ അല്ലല്ലോ? അത് 4K അല്ല, ഫുൾ HD ആണ് വരിക. വൈഫൈ വൈഫൈ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫോട്ടോഗ്രാഫർമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ആണ് D800. പഴയ ഫോട്ടോഗ്രാഫർമാരൊക്കെ യൂസ് ചെയ്യുന്ന നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ടാവും. 36 അങ്ങനത്തെ ആ ഒരു സീരീസ് വരുന്ന ക്യാമറ ആണ് D800. ഇത് നമുക്ക് ലെൻസ് അടക്കം 38 കൊടുക്കാം. 50mm ലെൻസ് അടക്കം. പിന്നെ നമ്മളെ M50 ഉണ്ട്. M50 പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള സാധനമാവും. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ മോഡലാണ്. മിറർലെസ് ആണ്, ഫ്ലിപ്പ് സ്ക്രീൻ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന 4K വരുന്ന മോഡലാണ്. പിന്നെ അങ്ങനെ സോണിയിലേക്ക് വരുമ്പോ സോണിന്റെ 6300 4K ആണ്. സ്ക്രീൻ ഇങ്ങനെ റൊട്ടേറ്റ് ഈ രീതിയിൽ റൊട്ടേറ്റ് വരുന്നുണ്ട്. പിന്നെ മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു വർക്ക് ചെയ്തൊരു ക്യാമറ. ഇത് 38 നമുക്ക് കൊടുക്കാം. 38. പിന്നെ അങ്ങനെ വരുമ്പോ നമുക്ക് 200D Mark II 4K ആണ്. 200D Mark II ഫ്ലിപ്പ് സ്ക്രീൻ വരുന്നതാണ്. അത്യാവശ്യം വൃത്തിയുള്ള നല്ല പീസാണ്. ഇതൊക്കെ ഒരു 39 നമുക്ക് കൊടുക്കാം. 39. അപ്പൊ ഇനി ഡ്രോൺ വന്നിട്ടില്ല? ഡ്രോണൊക്കെ വന്നിന്. ഡ്രോൺ ഇത് Mini 3 ആണ്. RC റിമോട്ട് അടുക്കുള്ള സാധനമാണ്.
ഇത് 3 ബാറ്ററി കോംബോ ആയിട്ട് വരുന്ന മോഡലാണ്. 3 ബാറ്ററി അടക്കം കിട്ടുന്നത് അങ്ങനെ തന്നെ. ഇതൊക്കെ നമുക്ക് ഒരു 65,000 ലാസ്റ്റ് കൊടുക്കാം. 65,000 സെയിൽ ചെയ്യുമ്പോൾ മോഡലാ. ഇതിന്റെ ബാഗ്, ചാർജർ, എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനവും കിട്ടൂലേ? ഒരുമിച്ച് നമുക്ക് ചാർജ് ചെയ്യാനുള്ള. ഇതൊക്കെ എത്ര സമയം വരെ ഫ്ലൈ ചെയ്യും? ഇത് പിന്നെ ഓരോ ബാറ്ററി ഏകദേശം ഒരു അരമണിക്കൂറിന്റെ അടുത്താണ് ഓരോ ബാറ്ററിന്റെയും. ഓരോ മണിക്കൂർ, അപ്പൊ 1.5 മണിക്കൂർ ഏകദേശം ആ ഒരു സമയത്തിന്റെ അടുത്ത് കിട്ടും. ഇതിലിപ്പോ 4K എല്ലാം ഉണ്ടാവില്ലേ? 4K ഉണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബ് സൈസ് ഉണ്ട്, പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം സൈസ് ഉണ്ട്. 2 സൈസും പോർട്രേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. രണ്ടിലും മാറ്റാൻ പറ്റുന്ന അത്യാവശ്യം ഓപ്ഷൻസ് വരുന്നതാണ്. ഫോളോ ഫോക്കസിങ്, പിന്നെ അങ്ങനത്തെ, പിന്നെ റിട്ടേൺ ടു ഹോം, ഡിസൈൻ്റെ ഒരു വിധം എല്ലാത്തിലും അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെറിയ ക്യാമറകളാകുമ്പോഴാണ് പിന്നെ 2 മോഡ് ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ നമുക്ക് 2 വരുന്നുണ്ട്. 2 വരുന്നുണ്ട്. 3 ബാറ്ററിയോട് കൂടിയായിട്ട് കൊടുക്കുന്നത്. അടുത്ത മോഡൽ ഇപ്പൊ എന്താണ് അടുത്ത കാണാനുള്ളത്? അടുത്ത നമുക്ക് ഗിംബലുകളൊക്കെ സ്റ്റോക്ക് ആണ്. ക്യാമറന്റെ ഗിംബലാണോ അതോ മൊബൈലിന്റെ? രണ്ടുണ്ട്. രണ്ടുണ്ടല്ലേ? ഓ DJI Osmoന്റെ ഇതൊക്കെ ഒരു 6,000 ആ റേഞ്ചില്. ഇതിപ്പോ മൊബൈലിന്റെ ആണല്ലേ? ഇത് മൊബൈലിന്റെ. ഇത് 5U നല്ല, പിന്നെ ആകെ 2 മാസം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് 6,000 രൂപ കൊടുക്കാം. നല്ല ഫ്രഷ് സാധനം. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇത് ക്രൈന്റെ M3 എന്ന മോഡലാണ്. ഇത് നല്ല വൃത്തിയുള്ള പീസാ. അപ്പൊ ഇത് ക്യാമറന്റെ ഗിംബൽ നമുക്ക് ഒരു 16,500 നമുക്ക് കൊടുക്കാം. 16,500 നമുക്ക് കൊടുക്കാൻ. ശരി. പിന്നെ മൈക്കുകളുണ്ട്. മൈക്കുകള് സോണിന്റെ ഒരു മൈക്കാണ്. ഇത് 8,000 രൂപ കൊടുക്കാം. അപ്പൊ ഇനി വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിലും മൈക്ക് കണക്ട് ചെയ്യല്ലേ? കണക്ട് ചെയ്യാം. ഇതിപ്പോ എങ്ങനെ സിംഗിൾ മൈക്ക് ആണോ ഡബിൾ ഉണ്ടോ? ഇത് സിംഗിൾ ആണ് വരുന്നത്. അത് നമുക്ക് അങ്ങനെ വരുന്നതാണ്. പിന്നെ ഇത് 5U ടെക്കിന്റെ ഒരു പോക്കറ്റ് 2 പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറ. നമ്മളെ പിന്നെ DJIന്റെ പോക്കറ്റ് 2 ഉണ്ടല്ലോ, അതിന്റെ അതേപോലെ തന്നെ വേറെ മോഡലാണ്. 5U ടെക് എന്ന പുതിയ ബ്രാൻഡാണ്. നമ്മൾ നേരത്തെ ഗിംബൽ കാണിച്ച അതേ ബ്രാൻഡ് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഒരു 15,000 കൊടുക്കാം. നല്ല ഫ്രഷ് സാധനമാണല്ലേ? അടുത്ത മോഡൽ ഇപ്പൊ എന്താ? പിന്നെ ഗിംബല് വില കുറഞ്ഞ മൊബൈലിന്റെ ഗിംബൽ ഉണ്ട്. ഇതാ ജിയോന്റെ വില കുറഞ്ഞ മോഡലാണ്. വില കുറഞ്ഞ മോഡലല്ലേ? ഇതൊക്കെ ഒരു 5,000 രൂപ കൊടുക്കാം. നമുക്ക് ആപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന സാധനമാണ്. മൊബൈലിനല്ലേ? മൊബൈലിന്റെ. പിന്നെ ലൈവിന് പറ്റുന്ന ക്യാമറകളൊക്കെ ഉണ്ട് കേട്ടോ. ലൈവിന് പറ്റുന്ന ക്യാമറ ലുബിക്സിന്റെ മോഡൽസ് ഒക്കെ FZ1000 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സീരീസ്, അങ്ങനത്തെ മോഡലുകൾ. ഇനി പ്രൊഫഷണൽ രീതിക്ക് എടുക്കാൻ പറ്റുന്ന മൈക്ക് കാര്യങ്ങളൊക്കെ വേറെ. പിന്നെ കെനോന്റെ 600D അതൊക്കെ ഉണ്ട്. പിന്നെ ലെൻസുകൾ നമുക്ക് ഇതുവരെ പറഞ്ഞില്ല. ലെൻസുകൾ കൂടാതെ ഇവിടെ ക്യാമറന്റെ ലെൻസും വേണ്ടവർക്ക് സെപ്പറേറ്റ് വാങ്ങാൻ പറ്റൂലേ? സെപ്പറേറ്റ് ആണ്. അതിപ്പോ എല്ലാ മോഡല് വന്നിട്ടുണ്ടാവൂലേ? അത്യാവശ്യം എല്ലാ മോഡൽസിനും. അപ്പൊ ലെൻസ് പറഞ്ഞാൽ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സൂം ലെൻസ്, ഫോക്കസ്, അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതാ ഫോട്ടോഗ്രാഫിക്ക് പറ്റുന്നത്. അപ്പൊ ഈ ലെൻസിന് എത്ര ഏകദേശം വരുന്നത്? സൂമിന് ഇത് ഫുൾ ഫ്രെയിമിന്റെ ലെൻസ് ആണ്. പിന്നെ 2.8 അപ്പേച്ചർ തന്നെ മോഡൽ. ഇതൊക്കെ 20,000 18,000 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കെനോന്റെ പിന്നെ ക്രോപ്പ് സെൻസറിന്റെ ലെൻസുകള്. ഇതൊക്കെ ഒരു 7,000 മുതൽ നമുക്ക് സൂം ലെൻസുകൾ ഉണ്ട്. പിന്നെ ഇങ്ങനെ അടിക്ക് വരുമ്പോൾ ഇങ്ങനെ 50mm, 85, കെനോന്റെ 40mm, അങ്ങനെ അങ്ങനത്തെ ലെൻസുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ലെൻസുകളൊക്കെ കൂടാതെ പിന്നെ അഡാപ്റ്റർ അതൊക്കെ ഉണ്ട്. അപ്പൊ കൂടാതെ മൊബൈൽ ക്യാമറന്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഫോക്കസ് പോയിന്റ് പറഞ്ഞ ഈ സ്ഥാപനത്തെ അല്ലേ കുറച്ച് അത്യാവശ്യം ക്യാമറകളായാലും മറ്റെല്ലാം തന്നെ അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഇവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ സ്ക്രീനിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം മറ്റൊരു കിടിലം വീഡിയോ വരുന്നതിലേക്കും ബൈ.